15 ഒരു ആപത്ത്. നമ്പൂതിരിപ്പാട്ടിലെ ഘോഷയാത്ര വെളിച്ചാവുമ്പോഴേക്ക് ശാസ്ത്രികളും നമ്പൂരിമാരും കിടന്നുറങ്ങുന്ന ഊട്ടുപുരയുടെ സമീപം എത്തി. ആ ഊട്ടുപുര പഞ്ചുമേനവൻ്റെ വകയും 2 വഴികൾ കൂടുന്ന സ്ഥലത്തുണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അതിൽ ഒരു വഴി നമ്പൂതിരിപ്പാട്ടിലെ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വഴിയുമാണ്. ഇവിടെ പൂവള്ളി വീട് വകയായ ഒരു സത്രം ഉള്ളതിനു പുറമെ ഒരു പത്തായപ്പുര മാളികയും കളപ്പുര മാളികയും മറ്റും ഉണ്ട്. ഇവിടെ കയറി ഭക്ഷണം കഴിച്ച് പോവാമെന്ന് പഞ്ചുമേനവനും കേശവൻ നമ്പൂരിയും കൂടി പറഞ്ഞതിനെ നമ്പൂതിരിപ്പാട് ഗോവിന്ദൻ്റെ ഉപദേശപ്രകാരം അശേഷം കൈക്കൊണ്ടില്ല. വഴിയിലെങ്കിലും ഇന്ദുലേഖയെയാണ് കൊണ്ടുപോകുന്നത് എന്ന് പ്രസിദ്ധമാവട്ടെ എന്ന് നമ്പൂതിരിപ്പാടും ഗോവിന്ദനും ഉറച്ചിരുന്നു. ഘോഷയാത്ര ഊട്ടുപുരയുടെ ഉമ്രത്തെത്താറായ മുതൽ ഗോവിന്ദൻ്റെ ഉത്സാഹത്താൽ പല്ലക്കുകൾ കുറെ അധികം വേഗത്തിൽ നടത്തിച്ചു. ഭൃത്യവർഗങ്ങളെയും മറ്റും മുമ്പിൽ ഓടിച്ച് ശബ്ദങ്ങളും കലശലാക്കി ഗോവിന്ദൻ പിന്നാലെയും ഓടി. ഈ ഘോഷമെല്ലാം കേട്ട് ശാസ്ത്രികളും നമ്പൂരിമാരും ഊട്ടുപുരയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴേക്ക് പല്ലക്കുകളും മഞ്ചലുകളും കടന്നു പോയിക്കഴിഞ്ഞു. ശാസ്ത്രികൾ ഗോവിന്ദനെ മാത്രം കണ്ടു. ഗോവിന്ദനെ മുമ്പ് കണ്ട് പരിചയമായിട്ടുണ്ടല്ലോ. കണ്ട ഉടനെ കൈകൊണ്ട് വിളിച്ചു. ഗോവിന്ദൻ ശാസ്ത്രികളുടെ സമീപം ചെന്നു. ശാസ്ത്രികൾ: എന്താണ് ഗോവിന്ദ, ഇത് അവിടുത്തെ വക ഊട്ടും മാളികയുമാണല്ലോ. ഇവിടെ കയറി ഊണ് കഴിഞ്ഞു പോകുന്നതല്ലായിരുന്നുവോ നല്ലത്? ഗോവിന്ദൻ: അങ്ങനെയാണ് കേശവൻ നമ്പൂരിയും മറ്റും പറഞ്ഞത്. തമ്പുരാൻ തിരുമനസിലേക്കും ചെറുശ്ശേരി നമ്പൂരിക്കും അതുതന്നെയായിരുന്നു മനസ്സ്. അപ്പോഴേക്ക് വേറെ ഒരാൾക്ക് നേരെ ഉണ്ണാൻ മനയ്ക്കൽ തന്നെ എത്തണമെന്ന് പിടുത്തം. അവിടെ സകലം പിടുത്തമല്ലേ? ശാസ്ത്രികൾ: ആർക്ക്? ഇന്ദുലേഖയ്ക്കോ? ഗോവിന്ദൻ: അതെ. ശാസ്ത്രികൾ: ഒരു പിടുത്തവുമില്ല. ഇത്ര ദുഷ്ടബുദ്ധിയായിട്ട് ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ഗോവിന്ദൻ: മഹാദുഷ്ടയാണ്, എനിക്ക് സംശയമില്ല. എന്തു ചെയ്യും? തമ്പുരാൻ അതിപ്രേമം. അങ്ങനെ തന്നെ ഇന്ദുലേഖയ്ക്ക് അങ്ങോട്ടും. പിന്നെ എന്താണ് നിവൃത്തി? ഇനി ഞങ്ങൾ ഇന്ദുലേഖയുടെ ദാസന്മാർ തന്നെ. എന്തു ചെയ്യാം? ശാസ്ത്രികൾ: ഇന്ദുലേഖയുടെ പ്രേമം പണം പിടുങ്ങണമെന്നുള്ള പ്രേമം തന്നെ, മറ്റൊരു പ്രേമവുമല്ല. ഗോവിന്ദൻ: അതെ, അതിനാർക്കാണ് സംശയം? ഞാൻ പോകുന്നു, പല്ലക്ക് വളരെ ദൂരത്തായി എന്ന് പറഞ്ഞ് ഗോവിന്ദൻ ഓടിപ്പോയി. ശാസ്ത്രികളും നമ്പൂരിമാരും തീവണ്ടി സ്റ്റേഷനിലേക്കുള്ള വഴിക്കും പുറപ്പെട്ടു. മാധവൻ മദിരാശിയിൽ നിന്ന് അയച്ച കത്ത് പ്രകാരം ഈ സംബന്ധം നടന്നതിൻ്റെ തലേ ദിവസം വണ്ടിക്ക് പുറപ്പെട്ട് നമ്പൂതിരിപ്പാട്ടിലെ ഘോഷയാത്ര ഉണ്ടായ ദിവസം 11:30 മണിക്ക് ശാസ്ത്രികളും മറ്റും വണ്ടി കയറാൻ പോകുന്ന സ്റ്റേഷനിൽ ഇറങ്ങി. സ്റ്റേഷന് സമീപം 2-3 ചോറ്റുകച്ചവടം ചെയ്യുന്ന മഠങ്ങളുണ്ട്. ക്ഷീണം നിമിത്തം അതിൽ ഒരു മഠത്തിൽ കയറി ഊണ് കഴിച്ച് വൈകുന്നേരത്തേക്ക് വഴിയിലുള്ള തൻ്റെ വക സത്രത്തിൽ താമസിച്ച് പിറ്റേന്ന് ഊണിന് തക്കവണ്ണം ഭവനത്തിൽ എത്താമെന്ന് നിശ്ചയിച്ചു. തൻ്റെ കൂടെ ഒരു ഭൃത്യൻ മാത്രമുണ്ട്. ഷിന്നനെയും മറ്റൊരു ഭൃത്യനെയും മദിരാശിയിൽ തന്നെ നിർത്തി 8 ദിവസത്തെ കൽപ്പന വാങ്ങി പോന്നതാണ്. ചോറ്റുകച്ചവടം ചെയ്യുന്ന മഠത്തിൽ കയറി ചെന്നപ്പോൾ അവിടെ വഴിയാത്രക്കാർ ഒരു 2-3 നമ്പൂരിമാരും 2-4 പട്ടന്മാരും തമ്മിൽ സംസാരമാണ്. ഇവർ തലേ ദിവസം പകലത്തെ വാരത്തിൽ ചെമ്പാഴിയോട്ട് ക്ഷേത്രത്തിൽ ഭക്ഷണം കഴിച്ചു പോന്നവരാണ്. അന്നത്തെ രാവിലത്തെ വണ്ടി കിട്ടാതെ താമസിക്കുന്നതാണ്. എല്ലാവരും ഊണ് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് വെടി പറയുന്നു. മാധവൻ ചെന്ന് കയറുമ്പോൾ ഒരു നമ്പൂരി: ഇന്ദുലേഖയുടെ ഭാഗ്യം തന്നെ എന്നെനിക്ക് തോന്നുന്നു. മാധവൻ: ഇന്ദുലേഖ എന്ന പേർ കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി ഭ്രമിച്ചു. ഇതെന്ത് കഥയാണ് എന്ന് വിചാരിച്ചു. മാധവൻ: ഏത് ഇന്ദുലേഖ എന്ന് ആ മിറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ആ വാക്ക് പറഞ്ഞ നമ്പൂതിരിയോട് ചോദിച്ചു. നമ്പൂരി: ചെമ്പാഴിയോട്ട് ഇന്ദുലേഖ എന്ന ഒരു പെണ്ണ്. എന്താണ്, അവളെ അറിയുമോ? മാധവൻ: എന്താണ് ഇന്ദുലേഖയ്ക്ക് ഒരു ഭാഗ്യം വന്നത്, കേൾക്കട്ടെ. നമ്പൂരി: ഇന്ദുലേഖയ്ക്ക് ഇന്നലെ സംബന്ധമായിരുന്നു. മാധവൻ ഇടിതട്ടിയ മരം പോലെ ഒരു ക്ഷണം നിന്നു. പിന്നെ ഒച്ച വലിച്ചിട്ട് വരുന്നില്ല. എന്ത് ചെയ്തിട്ടും വരുന്നില്ല. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ആര് ആര് എന്ന് ഒരു ശവം സംസാരിക്കാറുണ്ടെങ്കിൽ ആ മാതിരി എന്ന് പറയാം ചോദിച്ചു. മാധവൻ:
ആര് ആര് ആരാണ് സംബന്ധം തുടങ്ങിയത്? മാധവന്റെ ഭാവം കണ്ടിട്ട് നമ്പൂരിമാരൊക്കെ കൂടി ഒന്ന് ഭ്രമിച്ചു വശായി. ആരും ഒന്നും മിണ്ടാതെ അന്യോന്യം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരുന്നു. മാധവൻ: ആര് ആര് പറയൂ പറയൂ, എന്താണ് പറയാൻ മടിക്കുന്നത്? പറയൂ പറയൂ, എന്താണ് മടിക്കുന്നത്? പറയരുതേ, ആരാണ് സംബന്ധം തുടങ്ങിയത്? കേൾക്കട്ടെ. ഒരു നമ്പൂരി: എന്താണ് ഹേ വല്ലാത്ത ഒരു പരിഭ്രമം? എന്താണിത്ര ദേഷ്യം? ഞങ്ങൾ വിവരമൊന്നും അറിയില്ല. മാധവൻ: വിവരമൊന്നും അറിയാതെ തുമ്പില്ലാതെ വല്ലതും പറഞ്ഞാൽ? ഒരു പട്ടർ: എന്താണ് ഭാവം? എന്താണ്, ഞങ്ങളെ ശിക്ഷിച്ചു കളയുമോ? മാധവൻ: അത് കാണണോ എന്ന് ചോദിച്ച് മാധവൻ നിന്നിടത്തു നിന്ന് ഒന്നിളകി. അപ്പോൾ മറ്റൊരു നമ്പൂരി എണീറ്റ് സമാധാനപ്പെടുത്തി. ഹേ, കോപമരുത്, ഇരിക്കൂ. വണ്ടി ഇറങ്ങി വന്നതായിരിക്കും, മദിരാശിയിൽ നിന്ന് വരുന്നതായിരിക്കും. ക്ഷീണം മുഖത്ത് നന്നേ കാണാനുണ്ട്. ഇരിക്കൂ, എന്നിട്ട് വിശേഷം പറയാം. മാധവൻ: ആരാണ് സംബന്ധം ചെയ്തത്? അതെനിക്ക് കേൾക്കണം. പട്ടർ: മൂർക്കില്ലാത്ത മനയ്ക്കൽ നമ്പൂതിരിപ്പാടാണ്. മാധവൻ: എന്നാണ് സംബന്ധം നടന്നത്? പട്ടർ: ഇന്നലെ ആയിരിക്കണം. ഞങ്ങൾ നേരത്തെ പോന്നിരിക്കുന്നു. ഇന്നലെ രാത്രിക്കാണ് സംബന്ധം നിശ്ചയിച്ചിരുന്നത്. അത് ഞങ്ങൾ അറിയും, അത് സൂക്ഷ്മമായി ഞങ്ങൾ അറിയും. മാധവൻ: എങ്ങനെ സൂക്ഷ്മമായി അറിഞ്ഞു? പട്ടർ: അമ്പലത്തിൽ സകല ആളുകളും പറഞ്ഞു. അവിടുത്തെ സംബന്ധക്കാരൻ ശീനുപ്പട്ടരും പറഞ്ഞു. എന്നോട് തന്നെ പറഞ്ഞു. മാധവൻ നിർജീവനായി ഇറയത്ത് ഇരുന്നു. ആ മഠത്തിലെ ചോറ്റുകച്ചവടക്കാരി ഒരു കിഴവി ബ്രാഹ്മണ സ്ത്രീ ഈ അതിസുന്ദരനായ കുട്ടിയെ വളരെ പരവശനായി കണ്ടിട്ട് വേഗം പുറത്തു വന്ന് ഒരു പായ എടുത്തു കൊടുത്ത് ഇതിലിരിക്കാം എന്ന് പറഞ്ഞു. കുറെ സംഭാരം കുടിച്ചാൽ ക്ഷീണത്തിന് ഭേദമുണ്ടാവും, കൊണ്ടുവരട്ടെ എന്നു ചോദിച്ചു. മാധവൻ ഈ വാക്കുകളൊന്നും കേട്ടതേയില്ല. നിലത്തു തന്നെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഇന്ന ആളോടാണെന്നില്ല, എനിക്ക് കുടിപ്പാൻ കുറെ വെള്ളം വേണം എന്നു പറഞ്ഞു. ഒരു നമ്പൂരി വേഗം വെള്ളം എടുത്തുകൊണ്ട് വന്നു. മാധവൻ വെള്ളം കുടിച്ച് പായ നീർത്തി അതിൽ കിടന്നു. അതികോമളനായിരിക്കുന്ന ഈ കുട്ടിയുടെ വ്യസനവും സ്ഥിതിയും കണ്ട് ആ മഠത്തിലുണ്ടായിരുന്നവരെല്ലാം ഒരുപോലെ വ്യസനിച്ചു. കുറെ കിടന്ന ശേഷം എഴുന്നേറ്റ് തൻ്റെ എഴുത്തുപെട്ടി തുറന്ന് തനിക്ക് അച്ഛൻ ഗോവിന്ദപ്പണിക്കർ നമ്പൂതിരിപ്പാട്ടിലെ സംബന്ധത്തെപ്പറ്റി മദിരാശിക്ക് എഴുതിയിരുന്ന എഴുത്തു വായിച്ചു. ആ വായിച്ച ഭാഗം താഴെ ചേർക്കുന്നു. കാരണവരും കേശവൻ നമ്പൂരിയും ഇന്ദുലേഖയ്ക്ക് മൂർക്കില്ലാത്ത മനയ്ക്കൽ നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് സംബന്ധം നടത്തിക്കുവാൻ അത്യുത്സാഹം ചെയ്തു വരുന്നു. ഈ നമ്പൂതിരിപ്പാട് വലിയ ഒരു ദ്രവ്യസ്ഥനാണ്. എങ്കിലും എനിക്ക് ഈ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. കുട്ടന് ഇതിൽ വിഷാദം ഒട്ടും വേണ്ട. ഇത് വായിച്ച് എഴുത്ത് പെട്ടിയിൽ തന്നെ വെച്ച് മാധവൻ പിന്നെയും അവിടെ കിടന്ന് വിചാരം തുടങ്ങി. ഇങ്ങനെ വരാമോ? ഒരിക്കലും വരാൻ സംഗതിയില്ല. എന്നാൽ ഈ നമ്പൂതിരിപ്പാട്ടിലെ പറ്റി മാധവി എനിക്ക് ഒരു എഴുത്തയച്ച് കണ്ടില്ലല്ലോ. മാധവിയുടെ ഒരു എഴുത്തും ഞാൻ പോന്നതിൽ പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ എഴുതാതിരിക്കാറില്ല മുമ്പ്. ഇരിക്കട്ടെ, വേറെ സംഗതി വശാലും അങ്ങനെ വരാം. എന്നാൽ ശീനുപ്പട്ടർ വർത്തമാനങ്ങളൊന്നും അറിയാതെ ഈ കാര്യത്തിൽ ഭോഷ്ക് പറയാൻ സംഗതിയില്ല. എന്തൊരു കഥയാണിത്! സ്ത്രീകളുടെ മനസ്സ് ഇങ്ങനെ ആയിരിക്കാം. നമ്പൂതിരിപ്പാട് എന്നേക്കാൾ യോഗ്യനായിരിക്കാം, എന്നേക്കാൾ അധികം സമർത്ഥനും രസികനുമായിരിക്കാം. ഇന്ദുലേഖ ഭ്രമിച്ചിരിക്കാം, അമ്മാമൻ്റെ നിർബന്ധവും ഉണ്ടായിരിക്കാം എന്നൊക്കെ ഒരിക്കൽ ആലോചിക്കും. പിന്നെ അതെല്ലാം തെറ്റാണെന്ന് വിചാരിക്കും. എൻ്റെ മാധവി അന്യപുരുഷനെ ഒരിക്കലെങ്കിലും കാക്ഷിക്കുമോ? ഞാൻ എന്തൊരു ശപ്പനാണ്! ഛി, എന്തോ ഒരു ഭോഷ്കുണ്ടാക്കിയത് ഇക്കൂട്ടർ കേട്ട് വന്നതാണ്. ഇങ്ങനെ കുറേ ആലോചിക്കും. എന്നാൽ ശീനുപ്പട്ടർ പറഞ്ഞു എന്ന് പറവാൻ എന്തു സംഗതി? അതിന് സംഗതിയില്ലല്ലോ എന്നോർത്ത് വ്യസനിക്കും. ഇങ്ങനെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ട് മാധവൻ കിടക്കുമ്പോൾ 5-6 വഴിപോക്കർ പിന്നെയും എത്തി. അവർ നമ്പൂതിരിപ്പാടിൻ്റെ സമീപവാസികളാണ്. വഴിയിൽ വെച്ച് നമ്പൂതിരിപ്പാട്ടിലെ ഘോഷയാത്ര കണ്ടവരാണ്. അവർ വന്ന് എത്തിക്കൂടുമ്പോൾ അതിലൊരാൾ ഇരിക്കുന്നതിൽ താനുമായി മുമ്പ് പരിചയമുള്ള ഒരാളോട് പറയുന്നു, ഇന്ന് വഴിയിൽ ഞങ്ങളൊരു ഘോഷയാത്ര കണ്ടു. ഇത് പറയുന്നത് കേട്ടപ്പോൾ തന്നെ മാധവന് കാര്യം മനസ്സിലായി.
ഇലക്ട്രിക് ബാറ്ററി എന്ന വിദ്യുത് ശക്തി യന്ത്രപ്പെട്ടി കൈകൊണ്ട് പിടിച്ചവന് ആ യന്ത്രം തിരിച്ചാൽ ശരീരത്തിൽ ആകപ്പാടെ എന്തൊരു വ്യാപാരമുണ്ടാവുമോ, അതുപോലെ മനസ്സിനെന്ന് മാത്രമല്ല സർവ്വ അവയവങ്ങൾക്കും ഒരു തരിപ്പോ ദുസ്സഹമായ വേദനയോ തോന്നി. ഒരു നമ്പൂതിരി. എന്താണ് ഘോഷം? ആരുടെ യാത്രയാണ്? മാധവനെ മുമ്പ് സമാധാനപ്പെടുത്തിയ നമ്പൂരി. എടോ, ഒന്നും ചോദിക്കണ്ട, ആ കിടക്കുന്ന വിദ്വാൻ ഇനിയും ഷണ്ട കൂട്ടും. മറ്റൊരു നമ്പൂരി. ഇതെന്തൊരു കഥയാണ്? നോക്കൊന്ന് സംസാരിച്ചുകൂടാ എന്നോ? ഷണ്ട കൂടട്ടെ. എന്താണ് ഘോഷം, പറയൂ. ഒടുവിൽ വന്ന വഴിയാത്രക്കാരിൽ ഒരുവൻ. മൂർക്കില്ലാത്ത മനയ്ക്കൽ നമ്പൂതിരിപ്പാട്ടിലെ യാത്ര. ചെമ്പാഴിയോട്ട് നിന്ന് ഇന്നലെ സംബന്ധം കഴിഞ്ഞ പെണ്ണ് ഒരു പല്ലക്കിൽ, ചെറുശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരി ഒരു മഞ്ചലിൽ, കറുത്തിയെടുത്ത കേശവൻ നമ്പൂരി ഒരു മഞ്ചലിൽ. വളരെ ഭൃത്യന്മാർ. വാളും പരിശയും നിലവിളിയും ആർപ്പും ഘോഷം, മഹാഘോഷം. മുമ്പ് സമാധാനം പറഞ്ഞ നമ്പൂരി മറ്റൊരു നമ്പൂരിയോട്, അതാ എണീറ്റു, ഇപ്പോൾ ഷണ്ട കൂട്ടുമെന്ന് തോന്നുന്നു. അതാ നോക്കൂ, പുറപ്പാട് നോക്കൂ. മാധവൻ. ഇല്ല ഹേ, ഞാനൊരു ഷണ്ടയും കൂട്ടുന്നില്ല എന്ന് പറഞ്ഞ് മഠത്തിൻ്റെ മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ശങ്കരശാസ്ത്രികളും മറ്റും അതിൻ്റെ നേരെ തെക്കേ മഠത്തിലേക്ക് ചെന്ന് കയറുന്നത് കണ്ട്, ശങ്കരശാസ്ത്രികളല്ലേ അത് എന്ന് മാധവൻ ചോദിച്ചു. ശാസ്ത്രികൾ തിരിഞ്ഞു നോക്കി വല്ലാതെ ഭ്രമിച്ചു. മഹാപാപം, ഇതും ഇത്ര ക്ഷണം എനിക്ക് സംഗതി വന്നുവോ? ഈ കുട്ടിയെ ഞാൻ എങ്ങനെ കാണും? എന്തു പറയും? ഞാൻ മഹാപാപി തന്നെ എന്ന് വിചാരിച്ചു. ശങ്കരശാസ്ത്രികൾ. അതെ, ഞാൻ തന്നെ എന്ന് പറയുമ്പോഴേക്ക് മാധവൻ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അടുക്കെ എത്തിയിരുന്നു. മാധവൻ. ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് മാധവിയെക്കുറിച്ച് കേട്ട വർത്തമാനം ശരി തന്നെയോ? ശങ്കരശാസ്ത്രികൾ. അതെ. ആ അതെ എന്ന വാക്ക് ഇടുത്തീയിന് സമം. ഇടുത്തി തന്നെ. മാധവൻ മുഖവും ദേഹവും കരിഞ്ഞ് കരിവാളിച്ചു പോയി. കാർക്കോടകൻ കടിച്ചപ്പോൾ നളന് വൈരൂപ്യം വന്നതുപോലെ എന്ന് പറയാം. പിന്നെ ശാസ്ത്രികളോട് ഒന്നും ഉരിയാട്ടില്ല. നേരെ കിഴക്കോട്ട് നോക്കിയപ്പോൾ ഒരു വലിയ കുളവും ആൽത്തറയും കണ്ടു. ആ ഭാഗത്തേക്ക് നടന്നു. ശാസ്ത്രികളും പിന്നാലെ തന്നെ നടന്നു. അത് മാധവൻ അറിഞ്ഞില്ല. കുളവക്കിൽ അരയാൽത്തറ ചാരി അന്ധനായി നിർവികാരനായി ഒരു അരമണിക്കൂർ നേരം നിന്നു. അപ്പോഴേക്ക് മനസ്സിന് അല്പം ശാന്തത വന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ശാസ്ത്രികൾ അടുക്കെ നിൽക്കുന്നത് കണ്ടു. ശാസ്ത്രികളെ കണ്ടപ്പോൾ സാധു മാധവൻ കരഞ്ഞുപോയി. കണ്ണിൽ നിന്ന് ജലധാര നിന്നില്ല. ശാസ്ത്രികളും കരഞ്ഞു. ഇങ്ങനെ കഴിഞ്ഞു അല്പനേരം. സാധു ശാസ്ത്രികൾക്ക് മാധവനേക്കാളും വ്യസനം. ഒരു വാക്കുപോലും പറവാൻ സാധിച്ചില്ല. ഒടുവിൽ മാധവനു തന്നെ ഇത് വലിയ അവമാനമാണെന്ന് തോന്നി. താൻ കണ്ണുനീർ തുടച്ച് ധൈര്യം നടിച്ച് ശാസ്ത്രികളോട് സംസാരിച്ചു. മാധവൻ. ശാസ്ത്രികൾ എന്തിനു വിഷാദിക്കുന്നു? വിഷാദിക്കരുത്. ലോകത്തിൽ ഇതെല്ലാം ഉണ്ടാവുന്ന കാര്യങ്ങളാണല്ലോ. ശാസ്ത്രികൾക്ക് പിന്നെയും ഒരക്ഷരം മിണ്ടിക്കൂടാ. ഇടത്തൊണ്ട വിറച്ചും കണ്ണുനീരൊഴുക്കിക്കൊണ്ടും ഇരുന്നു. ഇദ്ദേഹം നല്ല പഠിപ്പുള്ള രസികനായ ഒരു ബ്രാഹ്മണനാണ്. മാധവനെ കണ്ണിന് മുമ്പിൽ കണ്ടപ്പോഴാണ് ഇദ്ദേഹം ധരിച്ച പ്രകാരം ഇന്ദുലേഖയുടെ ദുഷ്ടയായുള്ള പ്രവൃത്തി ഓർത്ത് അധികം സങ്കടപ്പെട്ടത്. മാധവന് ഈ ശാസ്ത്രികളെ വളരെ താല്പര്യമാണ്. ഇന്ദുലേഖയ്ക്കും അങ്ങനെ തന്നെ ആയിട്ടാണ് മാധവൻ കണ്ടിട്ടുള്ളത്. മാധവൻ. എന്തിന് ശാസ്ത്രികൾ വെറുതെ വ്യസനിക്കുന്നു? എനിക്ക് അശേഷം വ്യസനമില്ല. പിന്നെ മാധവി. അല്ല, ഇന്ദുലേഖയ്ക്കോ വളരെ സന്തോഷമായ കാലവുമല്ലേ? നിങ്ങളുടെ സ്നേഹിതന്മാരായ എനിക്കും ഇന്ദുലേഖയ്ക്കും വ്യസനമില്ലാത്ത കാര്യത്തിൽ എന്നെക്കുറിച്ച് എന്തിനു നിങ്ങൾ വ്യസനിക്കുന്നു? ശാസ്ത്രികൾ. ഇന്ദുലേഖ എൻ്റെ സ്നേഹത്തിന് ഇനിമേൽ യോഗ്യയല്ല. ഞാൻ അവളെ വെറുക്കുന്നു. ഇതു കേട്ടപ്പോൾ മാധവന് രണ്ടാമതും കണ്ണിൽ ജലം നിറഞ്ഞു. കുറേ നേരം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ മാധവൻ. അവളെ എന്തിനത്ര കുറ്റം പറയുന്നു? അമ്മാവൻ്റെ പിടുത്തമായിരിക്കണം. ശാസ്ത്രികൾ. എന്നാൽ വേണ്ടതില്ലല്ലോ. ഇന്ദുലേഖയുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഉണ്ടായതാണിത്. അവളും നമ്പൂതിരിപ്പാടുമായി ബഹു ഇഷ്ടമായി മനസ്സ് ലയിച്ച പോലെയാണ് എല്ലാം കണ്ടത്. എന്നാൽ നമ്പൂതിരിപ്പാടോ പാടുവിഡ്ഢി എന്ന് ലോകപ്രസിദ്ധൻ, കണ്ടാൽ ഒരു അശ്വമുഖൻ. മാധവൻ. മതി മതി, എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാൻ ഇന്നത്തെ വൈകുന്നേരത്തെ വണ്ടിക്ക് തന്നെ മദ്രാശിക്ക് മടങ്ങിപ്പോവുന്നു. ശാസ്ത്രികൾ.
അതാണ് ഇപ്പോൾ നല്ലത് എന്ന് എനിക്കും തോന്നുന്നു. എന്നാൽ വേഗം ഊണ് കഴിക്കണ്ടേ? മാധവൻ: ഊണ് കഴിക്കണമെന്നില്ല. ശാസ്ത്രികൾ: അങ്ങനെ പോരാ. മഠത്തിൽ വന്ന് ഇരിപ്പാനും മറ്റും സുഖമില്ലെങ്കിൽ ചോറ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. ആൽത്തറ വിജനമായിരിക്കുന്നു, നല്ല തണുപ്പുമുണ്ട്. മാധവൻ: എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് കുറേ ചോറ് ഇവിടെ കൊണ്ടുവന്നു തന്നേക്കിൻ. ശാസ്ത്രികൾ ഉണ്ണാൻ പോയി. മാധവൻ അരയാൽ തറയിൽ ഇരുന്ന് വിചാരവും തുടങ്ങി. അതെല്ലാം ഇവിടെ പറയുന്നത് നിഷ്ഫലം. ചിലതെല്ലാം ചെയ്യുവാൻ നിശ്ചയിച്ചു വെച്ചു. അത് ഈ കഥയിൽ ഇനി കാണാമല്ലോ. ഊൺ കഴിഞ്ഞ് വണ്ടിയിൽ കയറി. ശാസ്ത്രികൾ കൂടെ വരാമെന്ന് പറഞ്ഞതിനെ സമ്മതിച്ചില്ല.